ആലപ്പുഴ ചേർത്തലയിൽ നിന്നൊരു വാർത്ത. ചേർത്തലയിൽ കാണാതായ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് യുവതിയുടെ ആൺ സുഹൃത്തിൻ്റെ മൊഴി വന്നിരിക്കുന്നു. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പറയുന്നത്. ചേർത്തല സ്വദേശി രതീഷാണ് ഇങ്ങനെ മൊഴി നൽകിയിരിക്കുന്നത്. കുഞ്ഞിനെ കുഴിച്ചുമൂടിയത് തൻ്റെ വീട്ടിലാണെന്നും രതീഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ തത്സമയം ചേരുന്നു. മനീഷ് മഹിബാൽ, വിവരങ്ങൾ പറയൂ. SKN ഇങ്ങനെ മൊഴി നൽകിയ ഈ മാതാവ്, നവജാത ശിശുവിൻ്റെ മാതാവ് ആശയുടെ ആൺ സുഹൃത്ത് രതീഷിൻ്റെ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ അന്വേഷണ സംഘം ഇവിടെ എത്തിക്കഴിഞ്ഞു. പ്രതി രതീഷുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വീടിൻ്റെ സമീപത്താണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത്. ഈ വീടിൻ്റെ സെപ്റ്റി ടാങ്കിൽ ഉപേക്ഷിച്ചതായി ആദ്യം മൊഴി നൽകി, പിന്നീട് അത് വീടിനകത്തേക്ക് ശുചിമുറിയിലേക്ക് മാറ്റിയതടക്കമുള്ള മൊഴികളുണ്ട്. പോലീസ് ഇത് പരിശോധിച്ച് വരികയാണ്. റവന്യൂ അധികൃതരടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് ആലപ്പുഴ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രി ആശ 34-കാരി, ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്തിലെ 17-ാം വാർഡിലെ സ്വദേശിയാണ്. അവർ അഡ്മിഷനായത് ഈ ആശുപത്രിയിലാണ്. അവിടെ ശേഷം 26-ാം തീയതി കുഞ്ഞിനെ പ്രസവിക്കുന്നു. 3.5 കിലോ ഉണ്ടായിരുന്ന കുട്ടി പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. പിന്നീട് 30-ാം തീയതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി. ശേഷം ഈ ആൺ സുഹൃത്തായ രതീഷ് ഈ കുഞ്ഞിനെ കൊണ്ടുപോവുകയായിരുന്നു. രതീഷ് പിന്നീട് കൊലപ്പെടുത്തി എന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അത് പ്രകാരം വീടിൻ്റെ അടുത്ത് തന്നെ കുഴിച്ചിട്ടു, മറവ് ചെയ്തു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതി രതീഷുമായി ഈ സ്ഥലത്തെത്തിയാണ് പോലീസ് പരിശോധനകൾ നടത്തുന്നത്. ആദ്യം ഈ മാതാവിനെ പോലീസ് ഇന്ന് ഉച്ചയോട് കസ്റ്റഡി എടുത്തപ്പോൾ ആദ്യം നൽകിയ മൊഴി ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ പ്രതിസന്ധിയിലായതുകൊണ്ട്, കുഞ്ഞിനെ നോക്കാൻ കഴിയാത്തതുകൊണ്ട്, 2 കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ തൃപ്പൂണിത്തുറ സ്വദേശിയായ മറ്റൊരാൾക്ക് നോക്കാൻ വേണ്ടി ദത്ത് നൽകിയെന്ന മൊഴി ആദ്യം നൽകി. പിന്നീട് ആ അന്വേഷണം കളവാണെന്ന് പോലീസിന് മനസ്സിലായത് കൂടുതൽ ചോദ്യം ചെയ്തു. ചേർത്തല DYSP അടക്കം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അടക്കം കേസിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ മൊഴി വീണ്ടും ഈ രീതിയിലുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന കാര്യം പറയുന്നതും. ഒപ്പം തന്നെ പോലീസ് ഇപ്പോൾ കൊലപാതകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുക എന്ന കാര്യത്തിലേക്കാണ് പോലീസ് അന്വേഷണ സംഘം എത്തിച്ചേരുക. നമുക്കറിയാം, 2 ആഴ്ചകൾക്ക് മുൻപാണ് ആലപ്പുഴ പൂച്ചാക്കലിൽ ഒരു കുഞ്ഞിനെ, നവജാത ശിശുവിനെ, മരിച്ച കുഞ്ഞിനെ പിന്നീട് കുഴിച്ചിട്ട സംഭവം നാടിന് ഞെട്ടലുണ്ടാക്കിയതിൻ്റെ പിന്നാലെയാണ് നാടിനെ വീണ്ടും നടുക്കുന്ന ഒരു വാർത്ത വരുന്നത്. സ്വന്തം അമ്മ ആൺ സുഹൃത്തിനെ കുഞ്ഞിനെ കൈമാറുകയും ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വീടിൻ്റെ തന്നെ ശുചിമുറിക്കകത്ത് അല്ലെങ്കിൽ ആ വീടിൻ്റെ പരിസരത്ത് എവിടെയോ മറവ് ചെയ്തെന്ന വിവരം പോലീസിന് മൊഴി നൽകുന്നു. എന്താണെങ്കിലും പോലീസ് ഇവിടെ എത്തി പരിശോധന തുടരുകയാണ്. ഇവർ ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി പോലീസിനെ വഴിതെറ്റിക്കുന്ന രീതിയിലായിരുന്നു. എന്താണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാര്യം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. എവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയത്? രതീഷ് തന്നെയാണോ കൊലപ്പെടുത്തിയത്? ഈ കൊലപാതകത്തിൽ ഈ അമ്മ ആശയല്ലാതെ, ഈ രതീഷ് അല്ലാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? മറ്റുള്ളവരാരെങ്കിലും ഈ കൊലപാതകത്തിൽ സഹായിക്കാനുണ്ടായിരുന്നോ? കൊലപാതക വിവരം പിന്നീട് മറച്ചു വെക്കാനടക്കം പോലീസിൽ നിന്നും അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലൊക്കെ തന്നെ വ്യതിചലിച്ചു വിടാൻ സഹായിച്ചവരാരൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തുള്ള പള്ളിപ്പുറത്തെ പല മേഖലയിലും ഇപ്പോൾ തന്നെ പോലീസ് സംഘം എത്തി പല സ്ഥലത്തും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ പല ആളുകളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ആശയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ആൺ സുഹൃത്തായ രതീഷിൻ്റെ വീട്. രതീഷിനും ഭാര്യയും ഒരു കുഞ്ഞുമുള്ളതാണ്. ആശയുടെ ഭർത്താവ് മനോജും ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. ആശയ്ക്ക് 2 കുട്ടികളുണ്ട്. ഈ കൊലപാതകത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത് തങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും വിശ്വാസമായി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. എന്താണെങ്കിലും ഈ അന്വേഷണ സംഘം ഈ രതീഷിൻ്റെ വീടിൻ്റെ സമീപത്തെ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്നു. സെപ്റ്റി ടാങ്കിൽ ഒളിപ്പിച്ചിരുന്നു, മറവ് ചെയ്തിരുന്നു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ശുചിമുറിക്കകത്ത് മാറ്റിയിട്ടുണ്ടെന്നുള്ള മൊഴികളുണ്ട്. അതുകൊണ്ട് തന്നെ രതീഷിനെ നേരിട്ട് എത്തിച്ചുകൊണ്ടാണ് ഇവിടെ ചേർത്തല ഇൻസ്പെക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, ഫിംഗർ പ്രിൻറ്റ്, അതായത് വിരൽ അടയാള വിദഗ്ധർ അടക്കമുള്ള ആളുകൾ, റവന്യൂ സംഘം അടക്കം എത്തി ഇവിടെ പരിശോധന നടത്തുന്നത്. SKN. മനീഷ് മഹിബാലാണ് വിവരങ്ങളുമായി ചേർത്തലയിൽ നിന്നും വന്നത്.